അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ വളരെ പ്രിയപ്പെട്ട സീനിയർ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? വീട്ടിലൊക്കെ റാഹത്ത് തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറിലും ബർക്കത്തിലും റാഹത്തിലും ആക്കട്ടെ. നമ്മൾ ഏറ്റവും നല്ലൊരു ഇബാദത്തിൽ കൂടിയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. അതോടൊപ്പം പഠിക്കുന്നത് ഏതാണ്? ഖുർആനാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്നല്ലേ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ് ഏറ്റവും നല്ലവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ്റെ ഹൃദയം എന്ന് പറയപ്പെട്ടിട്ടുള്ള ഖുർആനിലെ ഏറ്റവും അഫ്ദലായ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഏതായാലും സൂറത്തു യാസീനുമായി ബന്ധപ്പെട്ട ഒരു പാഠം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ പാഠത്തിൽ 12 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? എന്തൊക്കെയായിരുന്നു ആ 12 ആയത്തുകളിൽ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കിതാബ് ഒന്ന് പിന്നോട്ട് മറിച്ചിട്ട് നമുക്കൊന്ന് ഓർത്തെടുക്കാം. എല്ലാവരും 3-ാമത്തെ പേജിലേക്ക് മറിക്കൂ. തങ്ങളുടെ കിതാബിൻ്റെ 3-ാമത്തെ പേജ് മറിച്ചു. എന്നിട്ട് യാസീനിൻ്റെ മഹത്വത്തെ കുറിക്കുന്ന ചില ഹദീസുകൾ നമ്മളവിടെ പരിചയപ്പെട്ടു. 2 ഹദീസുകൾ നമ്മൾ മനഃപ്പാഠമാക്കിയിരുന്നു. അത് മറന്നുപോയോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഓർമ്മിക്കാം. ഒന്ന്, ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആനി യാസീൻ. എല്ലാ കാര്യത്തിനും ഒരു ഹൃദയമുണ്ട്. ഖുർആൻ്റെ ഹൃദയം എന്ന് പറയുന്നത് യാസീനാണ്. അതൊരു ഹദീസാണ് അല്ലേ? രണ്ടാമത്തത്, ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. നിങ്ങൾ മരിച്ചുപോയ ആളുകളുടെ മേൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യണം. അങ്ങനെ ചില ഹദീസുകളൊക്കെ നമ്മൾ പഠിച്ചു. അടുത്തതായി യാസീനിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അള്ളാഹു പറയുന്നത് എന്താ? നബി ഞങ്ങളെ സമാധാനിപ്പിക്കുകയാണ് അല്ലേ? നബിയെ, നിങ്ങൾ വിഷമിക്കണ്ട. ശത്രുക്കൾ, അവിശ്വാസികൾ നിങ്ങളെ കളവാക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു വിഷമവും വിചാരിക്കണ്ട. നിങ്ങൾ മുർസലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ ഖുർആനാണ് സത്യം. അങ്ങ് മുർസൽ തന്നെയാണ്. അതിൽ നിങ്ങൾ ഒരു വിഷമവും ഒരു ബേജാറും അങ്ങ് വിചാരിക്കേണ്ടതില്ല എന്നുള്ള ആശ്വാസവാക്കുകളുമായിട്ടാണ് യാസീൻ അള്ളാഹു ആരംഭിക്കുന്നത്. പിന്നെയോ, പിന്നെന്താണ് അള്ളാഹു ഈ വിഷയത്തിൽ പറയുന്നത്? നബിയെ, അവരിൽ അധിക ആളുകളും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങ് എത്ര കഷ്ടപ്പെട്ട് പ്രബോധനം ചെയ്താലും അവരിൽ അധിക ആളുകളും വിശ്വസിക്കില്ല. അങ്ങയുടെ പ്രബോധനം ഉപകാരപ്പെടുന്നത് ആർക്ക് മാത്രമാണ്? ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ്. അങ്ങ് നടത്തുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അത് പിൻപറ്റുകയും അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്തവർക്ക് മാത്രമേ അങ്ങയുടെ ഉപദേശം ഉപകാരപ്പെടുകയുള്ളൂ. അധിക ആളുകൾക്ക് അത് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എടുത്തോളൂ. ജനങ്ങളെ നന്നാക്കുകയും അവർക്ക് ഹിദായത്ത് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ കാര്യമാണ്. അത് ഞാൻ ചെയ്തു കൊള്ളാം. ഇതാണല്ലോ അള്ളാഹു പറയുന്നത്. അതിനുശേഷം അള്ളാഹു എന്താ പറയുന്നത്? ഒരു ഉപമ അല്ലേ? നിങ്ങൾ മറന്നുപോയോ? കൈ ഇങ്ങനെ പിടിച്ചിട്ട് പെരടിയിൽ ഇങ്ങനെ വെച്ചപ്പോൾ അല്ലേ, ഒരു പ്രത്യേകമായ രീതിയിൽ നമുക്ക് തല ഒരു ഭാഗത്തേക്കും തിരിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ പൂർണ്ണമായി ലോക്ക് ചെയ്യപ്പെട്ട ഒരവസ്ഥ നമ്മൾ കാണിച്ചു തന്നു. ആ അവസ്ഥ എന്താണ്? ശരിക്കും കാഫിര്യങ്ങളായ ആളുകളുടെ ഒരു ഉപമയാണ്, അവിശ്വാസികളുടെ ഒരു ഉപമയാണത്. എന്താ കാരണം? സത്യം അവരുടെ തൊട്ടു മുമ്പിലുണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് കാണാൻ അവർക്ക് കഴിയില്ല. ഇന്ന ജഅൽന ഫീ അഅനാഖിഹിം അഗ്ലാല, അല്ലേ? അവരുടെ പെരടിയിൽ
അള്ളാഹു ഒരു കുടുക്കിട്ടിരിക്കുകയാണ്. അതിനുശേഷം അള്ളാഹു പറഞ്ഞു, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ, അവരുടെ മുമ്പിൽ ഒരു മറയുണ്ട്, വമിൻ ഖൽഫിഹിം സദ്ദ, അവരുടെ പിന്നിലുമുണ്ട് മറ, ഫഅഗ്ശൈനാഹും, അങ്ങനെ അവരെ നാം മൂടിയിരിക്കുകയാണ്, ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് ഇനി കാണാൻ കഴിയൂല. അപ്പോൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും സത്യം അവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ മനുഷ്യന്മാർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അവർ നേരത്തെ ചെയ്തതും അവർ ചെയ്തതിന് ഫലമായി പിന്നീട് വരുന്നതുമായ എല്ലാ കാര്യങ്ങളും നാം കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അതുമാത്രമല്ല, ആ പാഠത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് വാക്കുകളും പഠിച്ചു. ആ വാക്കുകളൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ആ നോട്ട് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നോട്ടിൽ എഴുതിയ ഭാഗങ്ങൾ അനിയന്മാരോ അനിയത്തിമാരോ കീറിക്കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ അല്ലേ കടല പൊതിയാൻ. നോട്ട് അങ്ങനെ തന്നെ ഇല്ലേ, അതിലൊക്കെ പരിശോധിക്കുക, ആ വാക്കുകൾ ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ ഈ പാഠം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തദ്രീബാത്ത്, 5-ാമത്തെ പേജിലുള്ള തദ്രീബാത്തും നമ്മൾ എടുത്തിരുന്നു. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഉസ്താദുമാർക്ക് നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു നല്ല വിശ്വാസത്തോടു കൂടി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കടക്കുകയാണ്. വളരെ നല്ല ഒരു ചരിത്രമാണ് അള്ളാഹു ഇവിടെ ഈ പാഠത്തിൽ പറയുന്നത്. എന്താണ് ഈ ചരിത്രം? ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തിനാണ് ഈ ചരിത്രങ്ങളൊക്കെ അള്ളാഹു പറയുന്നത്? ഒന്ന്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതൊരു ഗുണപാഠമാവാൻ അല്ലേ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്ത് നടക്കുന്ന നല്ല ജനങ്ങൾക്ക് മനസ്സിൽ സമാധാനം വരാൻ. കാരണം എന്താ? ഈ ദീനിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും അക്രമങ്ങളും നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ജനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമേ അല്ല എന്ന് നമുക്ക് തോന്നാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു മഴയത്ത് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. നല്ല ചെളിയൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്, നല്ല വഴുവഴുക്കുള്ള സ്ഥലമാണ്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു? സ്ലിപ്പായിട്ട് അവിടെ വീണുപോയി. നല്ല വെള്ള ഡ്രസ്സാണ്, ആ ഡ്രസ്സ് മുഴുവനും മണ്ണായി. നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? നമ്മളങ്ങനെ ആ വീണടുത്ത് നിന്ന് എഴുന്നേറ്റ് വളരെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വേറെ ഒരാൾ അതിലൂടെ ഇങ്ങനെ വന്നിട്ട് അതേ സ്ഥലത്ത് അയാളും വഴുതി വീണുപോയി. നമുക്കൊരു സമാധാനം വരില്ലേ? ഓ, ഞാൻ മാത്രമല്ലല്ലോ എന്ന ഒരു സമാധാനം. അത് അയാൾ വീണതിലുള്ള സന്തോഷമല്ല, ഞാൻ മാത്രമല്ലല്ലോ. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരാൾ മാത്രം തോറ്റു, ബാക്കി 45 ആളുകളും ജയിച്ചു, തോറ്റ ആൾക്ക് വളരെ വിഷമമുണ്ടാവും. എന്നാൽ 20 ആളുകളും തോറ്റു, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഞാൻ മാത്രമല്ലല്ലോ എന്ന ഒരു സമാധാനം ഉണ്ടാവും. എന്ന പോലെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അക്രമങ്ങളും മർദ്ദനങ്ങളും നമുക്ക് സഹിക്കേണ്ടി വരുമ്പോൾ, പടച്ചോനെ, ഇതെനിക്ക് മാത്രമല്ല, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഇത് ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ മുഅ്മിനീങ്ങൾക്കും സംഭവിച്ചതാണ്, അവരും നേരിട്ടതാണല്ലോ എന്നോർക്കുമ്പോൾ നമുക്കൊരു സമാധാനം വരും. അതിനുവേണ്ടിയാണ് ഈ ചരിത്രങ്ങളൊക്കെ അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ചരിത്രം? ഈ ചരിത്രം നടന്നത് അന്താക്കിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അന്താക്കിയ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ ഭാഗമാണ്. അന്താക്കിയ എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 ആളുകളെ പറഞ്ഞയച്ചു. 2 ആളുകൾ. ആ 2 ആളുകളുടെ പേരെന്താണ്? ഒന്ന് സ്വാദിഖാണ്, മറ്റത് സ്വദൂഖാണ്. സ്വാദിഖ്, സ്വദൂഖ് എന്ന പേരുള്ള 2 ആളുകളെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്താക്കിയയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചതെന്നറിയോ? അവിടെ ജനങ്ങൾക്ക് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ദീനിൻ്റെ പ്രബോധനം നടത്താനാണ് അവരെ പറഞ്ഞയച്ചത്. അങ്ങനെ അവർ അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ അവർ കണ്ടെത്തി. വഴിയിലൊരു മനുഷ്യനെ കണ്ടുമുട്ടി. ആ മനുഷ്യൻ ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
അയാളുടെ പേര് ഹബീബുൻ നജ്ജാർ. എന്ത്? ഹബീബുൻ നജ്ജാർ. ആ പേര് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. കാരണം അവസാനം വരെ ഹബീബുൻ നജ്ജാറിനെ കുറിച്ചുള്ള കഥയാണിത്. അങ്ങനെ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആടിനെ മേയ്ക്കുന്ന ഒരവസ്ഥയിൽ ഈ രണ്ടാളുകൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പോൾ ഹബീബുൻ നജ്ജാർ ഈ വരുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ എന്തിനാണ് വരുന്നത്, നിങ്ങൾ എവിടേക്കാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് നിന്ന് വരികയാണ്. അദ്ദേഹം ഞങ്ങളെ പറഞ്ഞയച്ചതാണ് അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടുത്തെ രാജാവിനെ കണ്ട് അവിടുത്തെ ജനങ്ങളെ കണ്ട് ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. അപ്പോൾ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ രണ്ടാൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോ, നിങ്ങൾ പറയുന്ന ആശയം യാഥാർത്ഥ്യമാണോ, അള്ളാഹുവിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ആ പടച്ചവൻ യഥാർത്ഥത്തിലുള്ള പടച്ചവൻ തന്നെയാണോ, നിങ്ങൾ പറയുന്നത് സത്യമായ ദീനാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, സത്യമായ ദീൻ തന്നെയാണ്. ഹബീബുൻ നജ്ജാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അതിനൊരു അടയാളമുള്ളത്, നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ രോഗികളായ ആളുകൾക്ക് അവരുടെ രോഗം ഞങ്ങൾ മാറ്റിക്കൊടുക്കാം. അള്ളാഹുവിൻ്റെ സഹായത്താൽ രോഗികളായ ആളുകളുടെ രോഗങ്ങൾ ഞങ്ങൾ മാറ്റിക്കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ വെള്ളപ്പാണ്ട് ബാധിച്ച ആളുകളുണ്ടെങ്കിൽ അവരുടെ വെള്ളപ്പാണ്ട് ഞങ്ങൾ സുഖപ്പെടുത്തി കൊടുക്കാം അള്ളാഹുവിൻ്റെ സഹായത്താൽ. ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്നതിൻ്റെ അടയാളം. അപ്പോൾ ഉടനെ തന്നെ ഹബീബുൻ നജ്ജാറിനൊരു മകനുണ്ടായിരുന്നു, രോഗിയായൊരു മകൻ. ആ മകനെ വിളിച്ചു കൊണ്ടുവന്നു. ഈ രണ്ടാളുകളില്ലേ, ആരൊക്കെ, എന്താ പേര്, സ്വദൂഖ്, സ്വാദിഖ് അല്ലേ, ഈ രണ്ടാൾക്കാർ. അവർ വന്നിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ തടവി, അതോടുകൂടി ആ കുട്ടിയുടെ എല്ലാ രോഗങ്ങളും മാറി. ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യന് പിന്നെ ദീനിലേക്ക് കടന്നു വരാൻ വേറെ ഒരു അടയാളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അയാൾ ഉടനെ തന്നെ വിശ്വസിച്ച് മുസ്ലിമായി മാറി. ഈ വാർത്ത ആ നാട്ടിൽ മുഴുവൻ പടർന്നു. അങ്ങനെ രോഗികളായ ആളുകൾ മുഴുവനും ഈ രണ്ട് പുണ്യവാളന്മാരായ ആളുകളുടെ അടുത്തേക്ക്, അതായത് ഈസാ നബി അയച്ച ഈ രണ്ട് ദൂതന്മാരുടെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. കൂട്ടം കൂട്ടമായി ഒരുപാട് രോഗികൾ വന്നു. അവർക്കൊക്കെ അവരുടെ തടവൽ കൊണ്ട് രോഗം മാറാൻ തുടങ്ങി. അങ്ങനെ അവിടെ ടോക്കൺ സംവിധാനമൊക്കെ വന്നു. ആളുകൾ കൂടിയപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷനായി. അങ്ങനെയൊക്കെ പല സംവിധാനങ്ങൾ, അതായത് ഭയങ്കര തിരക്ക് കൂടി. ആളുകൾ വീട്ടിലേക്ക് ഇങ്ങനെ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് തിരക്ക് കൂടാൻ തുടങ്ങി. വരുന്ന ആളുകളൊക്കെ ഈ വലിയ ദൃഷ്ടാന്തം കണ്ട് ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങി. ഈ വാർത്ത നാട് മുഴുവനും പരന്നു. ഈ വിവരം രാജാവും അറിഞ്ഞു. രാജാവ് ഈ രണ്ടാളുകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ്. രാജാവ് ചോദിച്ചു, ഞങ്ങൾ ഇതുവരെ ആരാധിക്കുന്ന ദൈവങ്ങളല്ലാത്ത വേറെ ദൈവങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നോ? അപ്പോൾ പറഞ്ഞു, അതെ, ഈ ആകാശഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ സർവജ്ഞനായ അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അത് പറഞ്ഞപ്പോൾ ഈ രാജാവ് ഈ രണ്ടാളുകളെ പിടിച്ചു ജയിലിലിട്ടു. ഈ വിവരം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞപ്പോൾ ഈസാ നബിയുടെ അടുക്കൽ നിന്ന് ശംഊൻ എന്ന് പേരുള്ള ഒരാളെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം രാജാവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ശംഊൻ കൊട്ടാരത്തിൽ കയറിപ്പറ്റി രാജാവിൻ്റെ അടുത്ത മന്ത്രിമാരും അതുപോലെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരുമായൊക്കെ വളരെ നല്ല ബന്ധം സ്ഥാപിച്ചു. അവരുടെ വിശ്വാസം നേടിയെടുത്തു. രാജാവിൻ്റെ മുമ്പിലേക്ക് വരെ കടന്നു ചെല്ലാനുള്ള ഒരു സ്വാധീനം ശംഊൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ നേടിയെടുത്തു. അങ്ങനെ ഒരിക്കൽ രാജാവിനോട് ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശംഊൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, രണ്ട് നിരപരാധികളായ ആളുകളെ അങ്ങ് ജയിലിലിട്ടിട്ടുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ രാജാവ് ആ രണ്ടാളുകളെ ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അവരോട് സംസാരിച്ചു. ചോദിച്ചു, നിങ്ങൾ എന്ത് കാര്യമാണ് ഇവിടെ ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. യഫ്അലു മാ യശാ, അവൻ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു. ഇതൊന്നും നിങ്ങളുടെ കിതാബിലില്ല കേട്ടോ.
ഇത് ഞാൻ മറ്റു തഫ്സീറുകളിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കും, അള്ളാഹു ഇഷ്ടമുള്ള പോലെ വിധിക്കും, അവനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഉടനെ തന്നെ അവർ പറഞ്ഞു, അതെ, നിങ്ങളിൽ ഏത് രോഗികളുണ്ടെങ്കിലും ഞങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവന്നാൽ അള്ളാഹുവിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ആ രോഗം മാറ്റിക്കൊടുക്കാം. ഇതാണ് ഔലിയാക്കളും ചെയ്യുന്നത്. ഇവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളായിരുന്നു. നമ്മൾ മമ്പുറ മക്കാമിൽ ചെന്ന് ദുആ ചെയ്യുമ്പോൾ, നമ്മൾ ഉമർ ഖാദി തങ്ങളുടെ സന്നിധിയിൽ പോയി ദുആ ചെയ്യുമ്പോൾ, നമ്മൾ വരക്കൽ തങ്ങളുടെ മക്കാമിൽ പോയി ദുആ ചെയ്യുമ്പോൾ, ശംസുൽ ഉലമയുടെ മക്കാമിൽ പോയി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തോടെ ആ ഔലിയാക്കൾ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. അള്ളാഹുവിൻ്റെ സഹായത്തോടെ അവർ നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരികയാണ്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, അത് സംഭവിക്കുന്നത് തന്നെയാണ്. ഇപ്പം ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എൻ്റെ ശക്തിയാണോ? അല്ലല്ലോ, അത് അള്ളാഹു തന്ന ശക്തിയാണ്, അള്ളാഹു തന്ന കഴിവാണ്, അള്ളാഹു തന്ന അവസരമാണ്. എന്ന പോലെ രോഗം മാറ്റിക്കൊടുക്കാൻ അള്ളാഹു ഒരാൾക്ക് കഴിവ് കൊടുത്താൽ അള്ളാഹു കൊടുത്ത കഴിവിലൂടെ ആ നല്ല മനുഷ്യൻ ജനങ്ങളുടെ രോഗം മാറ്റിക്കൊടുക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു. 2 കണ്ണുകളുമില്ലാത്ത ഒരു കുട്ടി, കാഴ്ചയില്ലാത്ത ഒരന്ധനായ കുട്ടിയെ കൊണ്ടുവന്നു. ഈ 2 പുണ്യവാളന്മാർ ആ കുട്ടിയുടെ മുഖത്തിങ്ങനെ തടവിയപ്പോൾ അന്ധനായിരുന്ന ആ കുട്ടിയുടെ കാഴ്ച ശക്തി അള്ളാഹു തിരിച്ചു കൊടുക്കുകയാണ്. അതൊരു വലിയ അത്ഭുതമായി ജനങ്ങൾ മനസ്സിലാക്കി. ഈ സമയത്ത് ശംഊൻ രാജാവിനോട് ചോദിച്ചു, അല്ലയോ രാജാവേ, നിങ്ങൾക്ക് കഥ മനസ്സിലാവുന്നില്ലേ? കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ, നമുക്ക് വേഗം പാഠത്തിലേക്ക് കടക്കാം. ഈ സമയത്ത് ശംഊൻ ചോദിച്ചു, രാജാവേ, ശംഊൻ ആരാന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈസാ നബി പിന്നെ പറഞ്ഞയച്ച ആൾ. ഈ 2 ആൾക്കാരെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈസാ നബി പറഞ്ഞയച്ച ആളാണ്. ശംഊൻ ചോദിച്ചു, രാജാവേ, ഇപ്പോൾ ഞങ്ങളുടെ നാഥനായ അള്ളാഹുവിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഈ കുട്ടിയുടെ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തുവല്ലോ. ഇതുപോലെ നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന ആ ബിംബങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഈ കുട്ടിക്ക് കാഴ്ചശക്തി തിരിച്ചു കൊടുക്കാൻ ആ ബിംബങ്ങൾക്ക് സാധിക്കുമായിരുന്നോ? ഈ സമയത്ത് രാജാവ് പറഞ്ഞു, ഇല്ല, പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ മരിച്ച ഒരാൾക്ക് നിങ്ങൾ ജീവൻ കൊടുക്കണം. എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഒരു മരിച്ചുപോയൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുവന്നു. ഇവർ 2 പേരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ നീ ഈ കുട്ടിക്ക് ജീവൻ കൊടുക്കണേ. അള്ളാഹ്ക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ലല്ലോ. അവരുടെ പ്രാർത്ഥന ഫലിക്കുകയും അങ്ങനെ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തത് കാരണത്താൽ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടാവുകയും ആ കുട്ടി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. വലിയ അത്ഭുതങ്ങളാണ് കൊട്ടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജാവ് പരാജയപ്പെട്ടു. അവസാനം ഞാൻ ഈ സംഭവം ചുരുക്കി പറയുകയാണ്, നമുക്ക് പാഠഭാഗങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ടല്ലോ. അവസാനം പക്ഷേ ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടും ആ വിഭാഗം ചില ആളുകളൊക്കെ വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരുപാട് ആളുകൾ വിശ്വസിക്കാതെ പോയി. അവസാനം വിശ്വസിക്കാത്തവരെല്ലാം അള്ളാഹുവിൻ്റെ കഠോരമായ ശിക്ഷയിൽ നശിച്ചുപോയി. ഇതാണ് കൊട്ടാരത്തിൽ നടന്ന സംഭവം. ഇനി നമുക്ക് ഈ 2 ആളുകളിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. ഈ 2 ആളുകൾ ജനങ്ങളോട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചു, ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? പലരും അതിനെ നിഷേധിച്ചു, അതിനെ തള്ളിക്കളഞ്ഞു. ആ സമയത്ത് ഹബീബുൻ നജ്ജാർ കടന്നു വന്ന് ജനങ്ങളോട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, ഇവർ പറയുന്നത് സത്യമാണ്, ഇവർ പറയുന്നത് യാഥാർത്ഥ്യമാണ്, നിങ്ങളത് വിശ്വസിക്കണം. അത് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാണ് അവർ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞ് ഹബീബുൻ നജ്ജാർ എന്ന ആ നല്ല മനുഷ്യൻ ഈ 2 ആളുകൾക്ക് പിന്തുണയുമായി കടന്നു വന്നു. പക്ഷേ
അവർ അതൊന്നും ചെവി കൊള്ളാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഹബീബുൻ നജ്ജാർ എന്ന നല്ല മനുഷ്യനെ ആ ക്രൂരന്മാരായ ജനങ്ങൾ കല്ലെറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തി. ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങളും ഇത്രയൊക്കെ അത്ഭുതങ്ങളും ഇത്രയൊക്കെ വലിയ വലിയ കറാമത്തുകളും ഒക്കെ കാണിച്ചിട്ടും മരിച്ചുപോയ ആൾക്ക് വരെ ജീവൻ നൽകുന്ന വലിയ അത്ഭുതം സംഭവിച്ചിട്ടും അവരിൽ പല അഹങ്കാരികളും വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ നല്ല മനുഷ്യനെ അവർ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തി. അങ്ങനെ മഹാനവറുകൾ മരണപ്പെട്ടു. മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹം സംസാരിച്ചു എന്നാണ്. എന്തായിരുന്നു അദ്ദേഹം സംസാരിച്ച വാക്ക്? قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ഈ ഒരു വാക്ക് അദ്ദേഹം മരിച്ചതിന് ശേഷം പറഞ്ഞ വാക്കാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ, ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത്. മരണത്തിന് ശേഷം സംസാരിച്ച ആളുകൾ വളരെ കുറവാണ്. അള്ളാഹുവിന് അതൊന്നും ഒരു അത്ഭുതമുള്ള വിഷയമല്ല. അതിലൊന്നും നമ്മൾ അത്ഭുതം കൂറേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ കഴിവിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ആ മനുഷ്യൻ മരണശേഷം സംസാരിച്ചു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് സംസാരിച്ചു എന്നും അഭിപ്രായത്തിൽ കാണാൻ കഴിയും. ഏതായാലും അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തിയ, ഇത്രയൊക്കെ ആക്രമിച്ച് തന്നെ കൊലപ്പെടുത്തിയ ജനതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, യാ ലൈത ഖൗമി യഅലമൂൻ, അള്ളാഹു എനിക്ക് ആഖിറത്തിൽ നൽകിയ വലിയ സ്ഥാനം ഈ ജനങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെ ഒരിക്കലും അവർ ആക്രമിക്കുമായിരുന്നില്ലല്ലോ. അപ്പം മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ആഗ്രഹിച്ചത് ഈ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അദ്ദേഹം ആ സമയത്ത് പോലും ആഗ്രഹിച്ചത്, ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരു മഹാനായ, നല്ലവനായ, നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് അടുത്ത ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.